ഹലോ എവരിവൺ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സ്ഥിതിക്ക് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ടൈമിലോ അല്ലെങ്കിൽ സാധാരണ തന്നെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് കുക്കിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കുമാണ് വേണ്ടത്. അപ്പൊ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കണ്ടൻസ്ഡ് മിൽക്ക് എനിക്കിവിടെ 2 വലിയൊരു ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ തന്നെ ഇത്രയും മതിയായിരുന്നു. അപ്പൊ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 വലിയ സ്ക്യൂപ്പ് ചേർത്ത് കൊടുത്താൽ ഈ 2 കപ്പ് തേങ്ങ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഒരു ലഡുവിന്റെ ഒക്കെ പരുവത്തിന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് കുറച്ച് വലിയ ഉരുളകളും അതേ എണ്ണത്തിൽ തന്നെ കുറച്ച് ചെറിയ ഉരുളകളും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഉരുളകളൊക്കെ റെഡിയായി കഴിഞ്ഞാൽ കൈ ഇതുപോലെ ഒന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളയും ഇതുപോലെ നമുക്ക് അതിന്റെ പുറമെ ഒരു കോട്ടിങ് കൂടെ ആ തേങ്ങ കൊണ്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിൽ നന്നായിട്ട് തേങ്ങ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നനവുള്ള കൈ കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ആ ഒരു കോട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് എല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു വലിയ ബോള് അത് എടുത്തിട്ടുണ്ട്. അതിന്റെ മീതെ നമുക്ക് മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ഐസിങ്ങോ വെച്ചതിന് ശേഷം ആ ചെറിയ ബോള് ഇതിന്റെ മീതെ വെച്ച് നമുക്കൊരു ഗ്ലൂ ചെയ്യുന്നത് മാതിരി അതൊന്ന് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അത് ഒരുവിധം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ഐസിങ്ങും നമ്മുടെ പിങ്ക് ഐസിങ്ങോ അല്ലെങ്കിൽ റെഡ് ഐസിങ്ങോ യൂസ് ചെയ്ത് ഇതുപോലെ കണ്ണും വായും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കളേഴ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്ലാക്കും പിങ്കും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്രസ്റ്റൽസും അതുപോലെ സവർ കാൻഡിയുമാണ്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സവർ കാൻഡി ഒരു തരം ഷോൾ മാതിരി ഉള്ളതാണ്. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് അതിന്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഫൈനലി ക്യൂട്ട് ആയിട്ടുള്ള സ്നോമാൻ ഇരിക്കുമ്പോൾ ആ ഒരു സ്നോയുടെ എഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം അതിന്റെ മീതെ നമ്മുടെ ഈ സ്നോമാനെ വെച്ചൊന്ന് സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിലും കുട്ടികളുടെയൊക്കെ ക്രിസ്മസ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ അവർക്ക് ഒത്തിരി സന്തോഷമാവും. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട.